പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രഭാതം അനുഗ്രഹമാകണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ ചെവികൾ അടഞ്ഞു പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നത്? അടുത്ത തിരുവചനം പറയുന്നു: ദൈവത്തിനും നിനക്കുമിടയിൽ അകൃത്യത്തിന്റെ മറ വളർന്നു വന്നിരിക്കുന്നു. നീ പാപം ചെയ്തതുകൊണ്ട് ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നു. അകൃത്യത്തിന്റെ മറ നിനക്കും ദൈവത്തിനും ഇടയിൽ വളർന്നു വന്നിരിക്കുന്നു. നീ പാപം ചെയ്തതുകൊണ്ട് ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേറിട്ടു പോകുവാൻ കാരണം, ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് കണ്ണുനീരിന്റെയും ശാപത്തിന്റെയും വേദനയുടെയും വിലാപത്തിൻ്റെതുമായി മാറുവാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഒരു മനഃശോധനയ്ക്ക് ജീവിതത്തെ ഒന്ന് വിധേയപ്പെടുത്തും. ദൈവമായ കർത്താവ് നിന്നെ എപ്പോഴും രക്ഷിക്കുവാനായിട്ട് തൽപരനായി നിൽക്കുന്നവനാണ്. ദൈവം എപ്പോഴും നിനക്ക് അനുഗ്രഹം ഒരുക്കി കാത്തുവെച്ച് നിന്നെ അരികിലേക്ക് മാടി വിളിക്കുന്നവനാണ് ദൈവം. എന്നിട്ടും എന്തേ ഓരോ പകലുകളും ഓരോ രാത്രികളും നമ്മുടെ കണ്ണുനീര് വീണ് നനയുവാനായിട്ട് കാരണം എന്താണ്? അതിനൊരു കാര്യമേ ഉള്ളൂ. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ അകൃത്യത്തിന്റെ മറ നിന്നെയും ദൈവത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന വിധത്തിൽ വളർന്നു വന്നിരിക്കുന്നു. നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് നിന്റെ നിലവിളിയുടെ സ്വരം കേൾക്കുവാൻ പറ്റുന്നില്ല. പാപം അത് മനുഷ്യന്റെ ജീവിതത്തിൽ കൊടിയ ബന്ധനമായിട്ടിരിക്കുന്നതാണ്. എവിടെയാണോ ദൈവാനുഗ്രഹം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, എവിടെയാണോ ദൈവകൃപയിൽ നിന്നൊരു മനുഷ്യൻ വേർപെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുതലും കൃപയും അനുഗ്രഹവും സമാധാനവും ലഭിക്കാതെ പോകുന്നത്, അവിടെ നിശ്ചയമായിട്ടും അകൃത്യത്തിന്റെ ഒരു മറ വളർന്നു വന്നിട്ടുണ്ടാകും. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു അനുശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. എൻ്റെ ദൈവത്തിനും എനിക്കുമിടയിൽ അകൃത്യത്തിന്റെ മറ വളർന്നു വന്നിട്ടുണ്ടോ? ഞാനിപ്പോഴും എൻ്റെ ജീവിതത്തെ പാപത്തിന് വിധേയമായി കൊണ്ടു നടക്കുന്നവനാണോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പോകും. ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരാതെ പോകും. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഹൃദയവും മനസ്സും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ കരിമറയുണ്ടാകരുതേ. എനിക്ക് അങ്ങുമായുള്ളൊരു ബന്ധം അത് സുതാര്യമായി മാറണമേ. അനുഗ്രഹത്തിന്റെ കൃപ എന്നിലേക്ക് ഒഴുകി വരുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുതേ. ആമേൻ.